തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച പ്രതിച്ഛായയ്ക്ക് തിയേറ്ററുകളിൽ പ്രേക്ഷക കുറവ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതകഥയല്ല പ്രതിച്ഛായയെന്ന് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സോളാർ സമരകാലമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. കുടുംബ ബന്ധങ്ങളിലൂടെ രാഷ്ട്രീയം പറയുന്ന ചിത്രമാണ് പ്രതിച്ഛായ. ഇടതിനെയും വലതിനെയും ചിത്രത്തിൽ വിമർശിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി ലൈംഗികാരോപണത്തിന് ഇരയായതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ചിത്രത്തിലൂടെ പറഞ്ഞുവെക്കുന്നുണ്ട്. ഒരു അധോലോക റാക്കറ്റാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പ്രതിച്ഛായയിലൂടെ ജനങ്ങളോട് പറയുന്നത്. ബാലചന്ദ്രമേനോനാണ് വർഗീസ് എന്ന മുഖ്യമന്ത്രിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മരണത്തിനു ശേഷം സംഭവത്തിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ മകൻ പകരം വീട്ടുന്ന കഥയാണ് പ്രതിച്ഛായ. നിവിൻ പോളിയാണ് ജോൺ വർഗീസ് എന്ന മകനായി വേഷമിടുന്നത്. നക്ഷത്ര ബാർ ഹോട്ടലുകൾ അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യവും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടന്ന രാപ്പകൽ സമരം ഏറെ ഭംഗിയായി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. ഒരു കോൺഗ്രസുകാരന്റെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും കുടുംബ പശ്ചാത്തലങ്ങൾ ആദ്യാവസാനം വരെ പ്രതിച്ഛായയിലുണ്ട്. നീതു കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക. ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.